ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചൺ വേസ്റ്റ് തന്നെ കുറേ നമ്മൾ പാഴാക്കി കളയുന്നുണ്ട്. വെറുതെ നമ്മളൊരു യൂസുമില്ലാതെ നമ്മൾ വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു അടുക്കളത്തോട്ടം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് എൻ്റെ ചെടികൾക്കൊക്കെ പരീക്ഷിച്ച് വിജയിച്ച ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് സാധാരണ നമ്മുടെ പുഴിമണ്ണുണ്ടല്ലോ, പുറത്തുനിന്ന് കിട്ടുന്ന കച്ചയിലൊക്കെ ഉണ്ടാകുന്ന ആ മണ്ണാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനത്തെ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് വെക്കും. ശേഷം ഞാൻ അതിൻ്റെ മേലേക്കുള്ള എല്ലാ വേസ്റ്റും, അതായത് പ്ലാസ്റ്റിക് കുപ്പി അതുപോലുള്ള വേസ്റ്റ് ഒഴുകി ബാക്കി നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന ടിഷ്യൂ പേപ്പർ ആയാലും ബാക്കി നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ആയാലും എല്ലാം ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനതൊന്ന് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഒരു ചെടി നടുന്നതിൻ്റെ അടിവളമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയൊരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ഈ വേസ്റ്റൊക്കെ ഇട്ട് അതിൻ്റെ മേലെ നമുക്ക് ചെടികൾ നടാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് മണ്ണേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് പാറ്റി കൊടുക്കും. 2-3 ദിവസം കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായിക്കോളും മണ്ണിൻ്റെ അടിയിലേക്ക്. പിന്നെ നമുക്കതിലേക്ക് എന്താണ് നടേണ്ടത് വെച്ചാൽ നമുക്ക് ചീരകത്തോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് ക്യാപ്സിക്കത്തിൻ്റെ തൈയാണ്. കുഞ്ഞാണെങ്കിൽ ഒരു ക്യാപ്സിക്കം അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിൻ്റെ വേരോ തണ്ടിനോ ഒന്നും വേദനിപ്പിക്കാതെ വേണം നമ്മളിങ്ങനെ ഒന്ന് കുറച്ച് ദൂരമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു കുഴി നമുക്ക് കുഴിക്കാം. എന്നിട്ട് അതിലേക്ക് എല്ലാ വേസ്റ്റും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ചായ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ ചായപ്പിണ്ടിയാണ്. അപ്പോൾ അത് വളരെ നല്ലതാണ് നമ്മുടെ ചെടികൾക്ക്. അതേപോലെ തന്നെ നമ്മുടെ മുട്ടത്തോട്, ഉള്ളിത്തൊലി, പിന്നെന്താണ് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി, ഇതൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ പല കീടാണുക്കളും വരുന്നതിൽ നിന്ന് തടയും. അതുപോലെ ധാരാളം കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചെടികൾക്ക് ഹെൽത്തി ആവാനും അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് വളരാനൊക്കെ വളരെ നല്ലതാണ്. ഇതൊന്നും നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ഒരു സാധനമേ അല്ല. അപ്പോൾ എല്ലാം കുഴിയിലേക്ക് നമ്മുടെ പഴത്തൊലിയും എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടത്തോടെ എപ്പോഴും ഇങ്ങനെ പൊടിയാക്കിയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉണക്ക ഇലകളോ പുല്ല് പിന്നെ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയൊരു കുഴിയെടുത്തിട്ട് നിറയെ മണ്ണാക്കുക. എന്നിട്ട് നമ്മുടെ ഓരോ ഡെയിലി നമ്മളെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റും അതിലേക്ക് ജസ്റ്റ് ചെറിയൊരു കുഴി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആ വേസ്റ്റൊക്കെ അതിലിടുകയാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു കമ്പോസ്റ്റായിട്ട് കിട്ടും നമ്മുടെ ചെടികൾക്ക്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു ചിലവോ അല്ലെങ്കിൽ ഒരു മെനക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് കളയുന്ന സാധനങ്ങൾ തന്നെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ജൈവവളം നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ട ജൈവവളം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെൻ്റെ കുറച്ച് ബ്രോക്കോളിയുടെ ചെടികളാണ്. അപ്പോൾ സെയിം മെത്തേഡാണ് ഞാൻ എല്ലാത്തിനും ചെയ്തു വരുന്നത്. ജസ്റ്റ് അതിനൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറിയൊരു കുഴി കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിൻ്റെ തണ്ടിന് മുട്ടിയിട്ട് തന്നെ നമ്മൾ വേസ്റ്റുകൾ ഇടരുത്. അപ്പോൾ ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും കുറച്ച് ദൂരത്തായിട്ട് വേണം നമ്മൾ വേസ്റ്റുകൾ ഇടുമ്പോൾ ഇടേണ്ടത്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതെൻ്റെ ഒരു കുഞ്ഞു കറ്റാർവാഴയുടെ ചെടിയാണ്. ഇതിപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ മുട്ടത്തോടോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിത്തൊലിയോ ചായപ്പിണ്ടിയൊക്കെ ഇടുമ്പോൾ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ബാൽക്കണിയിലോ ഉള്ള ഒരു ചെടിയിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കുഴി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് വേസ്റ്റുകൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെടികൾ നന്നായിട്ട് വളർന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ പാത്രം കഴുകുമ്പോൾ ആ ഫസ്റ്റത്തെ വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ നമ്മൾ സോപ്പ് ഇടുന്നതിന് മുമ്പുള്ള ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സോപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ സോപ്പിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ചെടികൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോപ്പ് ഇടുന്നതിന് മുമ്പ് ആ വേസ്റ്റുകളൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ ആ ഒരു ബോക്സിലേക്ക് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തൈരിൻ്റെ പാത്രമൊക്കെ നമ്മളൊന്ന് കലക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചെടികൾക്ക് പെട്ടെന്ന് നമ്മളെ ബാക്ടീരിയ അതിലേക്ക് പ്രവർത്തിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റാൻ സഹായിക്കും. അതുകൊണ്ട് തൈരൊക്കെ എപ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ ചെടികൾക്ക് ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കണ്ടില്ലേ?
അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ കഞ്ഞിവെള്ളവും നമ്മുടെ കോവയ്ക്കും അതുപോലെ കറിവേപ്പിലൊക്കെ നല്ലതാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് മെച്ചങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള മിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് കിച്ചണിലത്തെ സിങ്ക് ബ്ലോക്ക് ആകുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേസ്റ്റുകൾ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ പച്ചക്കറികൾക്ക് നല്ലൊരു വളവും കൂടിയാണ്. ഇതെല്ലാ പോഷകങ്ങളും ഇങ്ങനെയുള്ള വേസ്റ്റുകളിലുണ്ട്, നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള. ഇപ്പോൾ നമ്മൾ കടലമാവ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ വെറുതെ വേസ്റ്റായി നമ്മൾ സിങ്കിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു വളമാണ് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും. ഇപ്പോൾ ഇത് ഞാൻ നമ്മുടെ വില്ലയിലോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഒരിക്കലും പ്രാവർത്തികമല്ല. കണ്ടില്ലേ, ഇപ്പോൾ ഇതെൻ്റെ ഒരു കോവയ്ക്കയുടെയും നമ്മുടെ ചേമ്പിൻ്റെയും മുരടാണ്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആ ഒരു മണ്ണിൻ്റെ സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു പൂഴിമണ്ണ് മാത്രമായിരുന്നു അത്. ഇപ്പം ഞാനിങ്ങനെ വേസ്റ്റ് ഇടുന്നത് കാരണം നല്ല ഫലഭൂയിഷ്ടമായ മണ്ണായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കോവയ്ക്ക തന്നെ 3-4 വർഷമായി അവിടെ തന്നെ ഞാൻ അതിൻ്റെ തല ഇങ്ങനെ കട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ നല്ലൊരു വളമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴും. ഇതുപോലെ അതിൻ്റെ അപ്പോഴും ചുവട്ടിൽ തന്നെ ഒഴിക്കാണ്ട് കുറച്ചൊന്ന് മാറി ഒഴിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. അത്ര മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ശേഷം ആ മണ്ണ് കൊണ്ട് തന്നെ നമുക്കതിനെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ വളങ്ങളൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ജൈവവളമൊക്കെ കിട്ടും, പക്ഷേ ഇവിടെയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലാണ്ട് എക്സ്പെൻസീവുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടില്ല, അപ്പോൾ ഈ ചെടികളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തതാണ്. പുറത്തുനിന്ന് മണ്ണോ അല്ലെങ്കിൽ വളങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഈ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞെങ്കിൽ നമ്മൾ മീൻ വാങ്ങുമ്പോൾ അതൊന്ന് കട്ട് ചെയ്യാണ്ട് മേടിക്കും. എന്നിട്ട് നമ്മളതിൻ്റെ വേസ്റ്റുകളൊക്കെ ഇതേപോലെ വലിയൊരു കുഴി ഇങ്ങനെ കുഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും നല്ലൊരു വളമാണ് നമ്മുടെ ചെടികൾക്ക്. പിന്നെ നമ്മുടെ ഈ കിച്ചണിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ്, അത് മാത്രമാണ് ഞാനിവിടെ ചെടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതുപോലെ ഇതെൻ്റെ ഒരു ബീട്രൂട്ടും പിന്നെ കുറച്ച് ക്യാരറ്റിൻ്റെയും ചെടിയാണ്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിച്ച് നോക്കിയത്, പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറേയും കൂടി വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് വലുതായേനെ. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല വളം കിട്ടുന്നൊക്കെ സ്ഥലമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്നും നമ്മൾ കടകളിൽ പോയി വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഒന്നിച്ച് പറിച്ചെടുക്കുന്നില്ല, എല്ലാം ഒന്നിച്ച് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ വാടിപ്പോവും. അതേപോലെ നമ്മുടെ ക്യാരറ്റ് വരുന്നതേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറിച്ചെടുക്കാം. ഇതിപ്പോൾ കുഞ്ഞായി വന്നതേ ഉള്ളൂ, കണ്ടില്ലേ. ബീട്രൂട്ട് അത്യാവശ്യം വലുതായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആവശ്യത്തിനുള്ള ബീട്രൂട്ട് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇതൊരു നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ചെടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. ഒരു 5-6 കിട്ടിയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വെറുതെ വിഷമുള്ള പച്ചക്കറികൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഉള്ള സൗകര്യത്തിൽ കുറച്ചെങ്കിൽ കുറച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ കോവയ്ക്ക പന്തലിൽ കുഞ്ഞൊരു അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവളാണ് ആൾ, മുട്ടയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് എപ്പോഴാണ് വിരിയുന്നതെന്ന്. താങ്ക് യു സോ മച്ച്.